നമസ്കാരം. 4 വർഷമായി തുടരുന്ന റഷ്യ ഉക്രൈൻ സംഘർഷത്തിന് പരിഹാരമുണ്ടാകുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. US മധ്യസ്ഥതയിൽ റഷ്യ ഉക്രൈൻ സമാധാന ചർച്ചകൾ അബുദാബിയിൽ ആരംഭിച്ചിരിക്കുകയാണ്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. കിഴക്കൻ ഡോൺബാസ് മേഖലയിൽ നിന്നും കീവ് പിന്മാറണമെന്നാണ് മോസ്കോയുടെ ആവശ്യത്തിനിടെയാണ് സമാധാന ചർച്ചകൾ ആരംഭിച്ചിരിക്കുന്നതായി മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ ഉക്രൈൻ കിഴക്കൻ ഡോൺബാസ് മേഖലയിൽ നിന്നും പിന്മാറണമെന്ന പ്രധാന ആവശ്യം ഉപേക്ഷിക്കില്ല എന്നാണ് റഷ്യ വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം UAEയിൽ ഉക്രൈൻ, റഷ്യ, അമേരിക്ക എന്നിവിടങ്ങളിലെ ഉദ്യോഗസ്ഥർ തമ്മിൽ നടന്ന ത്രികക്ഷി ചർച്ചകൾക്ക് മുന്നോടിയായാണ് ഈ ആവശ്യം ഉന്നയിക്കപ്പെട്ടത്. ഡോൺബാസ് പ്രദേശം പ്രധാന വിഷയമാണെന്നും ചർച്ചകളുടെ അജണ്ടയിൽ ഇത് മൗലികമായി ഉയർന്നുവെന്നും ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി വ്യക്തമാക്കുന്നുണ്ട്. ഏകദേശം 4 വർഷം നീണ്ട റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച പദ്ധതി സംബന്ധമായി റഷ്യയും ഉക്രൈനും തമ്മിലുള്ള ആദ്യത്തെ നേരിട്ടുള്ള ഒരു പൊതു ചർച്ചയാണ് ഈ നടക്കുന്നത്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ശേഷമുള്ള യൂറോപ്പിലെ ഏറ്റവും വലിയ സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള നയതന്ത്ര നീക്കങ്ങൾ സമീപ ആഴ്ചകളിൽ വേഗത കൈവരിച്ചിട്ടുണ്ട് എങ്കിലും യുദ്ധാനന്തര ഒത്തുതീർപ്പിലെ പ്രധാന പ്രദേശത്തിന്റെ വിഷയത്തിൽ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട്. ഉക്രൈൻ സായുധ സേന ഡോൺബാസിന്റെ പ്രദേശം വിട്ടുപോകണമെന്ന ആവശ്യത്തിൽ റഷ്യയുടെ നിലപാട് എല്ലാവർക്കും അറിയാവുന്നതാണ്. അവരെ അവിടെ നിന്ന് പിൻവലിക്കണമെന്ന് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് വ്യക്തമാക്കിയിരുന്നു. 10,000-കണക്കിന് ആളുകളെ കൊല്ലുകയും ദശലക്ഷക്കണക്കിന് നാടുകടത്തുകയും കിഴക്കൻ ഉക്രൈനെ നശിപ്പിക്കുകയും ചെയ്ത ഒരു യുദ്ധത്തിന് ഒത്തുതീർപ്പ് തേടുന്നതിൽ രാജ്യത്തിന്റെ കിഴക്കൻ പ്രദേശത്തിന്റെ വിധി പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നാണെന്നാണ് സെലൻസ്കി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. ദൈവം അനുവദിച്ചാൽ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയുമെന്നാലും അതൊരു ചുവടുവയ്പാണെന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത്. സെലൻസ്കിയുടെ പുതിയ ചീഫ് ഓഫ് സ്റ്റാഫ് കൈലിലെ ബുഡനോവ്, സുരക്ഷാ മേധാവി റുസ്തം ഉമറോവ്, മധ്യസ്ഥൻ ഡേവിഡ് അരഖമായി, കരസേനാ മേധാവി ആൻഡ്രി ഗെഡ്നോ എന്നിവരടങ്ങിയവയെ ഉക്രൈനിലെ പ്രതിനിധി സംഘം റഷ്യയുടെ GRU മിലിറ്ററി ഇന്റലിജൻസ് ഏജൻസി ഡയറക്ടർ ജനറൽ ഇഗോർ കോസ്റ്റ്യുവാണ് ക്രെംലിൻ പ്രതിനിധി സംഘത്തെ നയിച്ചത്. US പക്ഷത്തെ വിറ്റ്കോഫും ആണ് നയിച്ചത്. എന്തായാലും ട്രംപിന്റെ മരുമകൻ ജാരഡ് കുഷ്ണറും ചർച്ചകളിൽ പങ്കെടുത്തിരുന്നു. ചർച്ചകൾ ഇന്നും തുടരുന്നുണ്ട്. എന്താവും കാത്തിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഉക്രൈൻ യുദ്ധമാണോ, അവസാനത്തിലേക്കാണോ, ഇനി വീണ്ടും തുടരുകയാണോ ചെയ്യുന്നതെന്ന് കാത്തിരുന്ന് തന്നെ കാണാം.